ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇറാനിലെ ജനങ്ങൾക്കെതിരെയുള്ള ഭീഷണികൾ അംഗീകരിക്കാനാവില്ലെന്ന് ലിയോ 14 പാപ്പ. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അത് വെറുപ്പിന്റെയും നാശത്തിന്റെയും അടയാളമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാന്റെ നാഗരികതയെ നശിപ്പിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പയുടെ ഈ പ്രതികരണം. യുദ്ധം ഒന്നിനും പരിഹാരമല്ലെന്നും അത് സാമ്പത്തിക ഊർജ്ജ പ്രതിസന്ധികൾക്കും വിദ്വേഷത്തിനും മാത്രമേ കാരണമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഫ്രാൻസിസ് പാപ്പയുടെ അവസാന നിമിഷങ്ങളിലെ ഹൃദയസ്പർശിയായ വാക്കുകൾ പുറത്തുവന്നു. തിങ്കളാഴ്ച പുലർച്ചെ സാന്താ മാർത്തയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുന്നതിന് തൊട്ടുമുൻപ് ഇറ്റാലിയൻ ഭാഷയിൽ ജെസൂത്തി ആമോ, അതായത് യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്നാണ് പാപ്പ പറഞ്ഞത്. അന്ത്യസമയത്ത് കൂടെയുണ്ടായിരുന്ന നേഴ്സാണ് പാപ്പയുടെ ഈ അവസാന വാക്കുകൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. 2025 ഏപ്രിൽ 21 തിങ്കളാഴ്ച പുലർച്ചെ സാന്താ മാർത്തയിൽ വെച്ചായിരുന്നു പാപ്പയുടെ മരണം. ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾക്കും വ്യാജ വാർത്തകൾക്കുമിടയിൽ സത്യത്തിന്റെ വക്താക്കളാകാൻ ലിയോ 14 പാപ്പ ക്രിസ്ത്യാനികളോട് ആഹ്വാനം ചെയ്തു. ഈസ്റ്റർ തിങ്കളാഴ്ച വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ നടത്തിയ റെജീന കൈലി പ്രാർത്ഥനയ്ക്കിടെയാണ് അദ്ദേഹം ഈ സന്ദേശം നൽകിയത്. നുണകളും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളും വഴി സത്യം മൂടപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാന വാർത്ത നൽകുന്ന പ്രത്യാശ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ വിശ്വാസികൾക്ക് കടമയുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തെക്കൻ ലെബനോനിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വേദനയുടെ നടുവിൽ നിന്ന് ലെബനീസ് ക്രൈസ്തവരുടെ ഈസ്റ്റർ ആഘോഷം. പലായനം ചെയ്ത നിരവധി ലെബനീസ് ക്രൈസ്തവർ വീടുകളിൽ നിന്നും പള്ളികളിൽ നിന്നും വളരെ അകലെയാണ് ഈസ്റ്റർ കൊണ്ടാടിയത്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം കാരണം ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ഗ്രാമങ്ങൾ വിട്ടുപോകാൻ നിർബന്ധിതരായിരുന്നു. വ്യോമാക്രമണങ്ങളും മറ്റും ജന്മനാടുകളെ ബാധിച്ചതിനെ തുടർന്ന് നിരവധി ക്രൈസ്തവ കുടുംബങ്ങൾ സുരക്ഷിതമായ പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. ലിയോ 14 പാപ്പ ജൂൺ മാസത്തിൽ സ്പെയിനിലേക്ക് നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഔദ്യോഗിക ലോഗോയും ആപ്തവാക്യവും വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ജൂൺ 6 മുതൽ 12 വരെയാണ് പാപ്പയുടെ സ്പെയിൻ സന്ദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ഔദ്യോഗിക ആപ്തവാക്യം. ദൈനംദിന ജീവിതത്തിലെ തിരക്കുകൾക്കും ആശങ്കകൾക്കും അപ്പുറം ദൈവത്തെ കണ്ടെത്താനും സഹജീവികളിലേക്ക് സ്നേഹപൂർവ്വം മനസ്സ് തുറക്കാനുമുള്ള ആഹ്വാനമാണ് ഈ സന്ദേശം നൽകുന്നത്. പരസ്പര പിന്തുണയെയും ഐക്യത്തെയും സൂചിപ്പിക്കും വിധം മുകളിലേക്ക് നോക്കുന്ന മനുഷ്യരൂപങ്ങൾ ചേർന്ന വൃത്തത്തിന്റെ രൂപത്തിലാണ് ലോഗോ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിന്റെ മധ്യഭാഗത്തായി പ്രത്യാശയുടെയും ഐക്യത്തിന്റെയും അടയാളമായി കന്യകാമറിയത്തിന്റെ സാന്നിധ്യം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.